ആ മോള് പേടിക്കണ്ട കേട്ടോ, മാറിക്കോളും. തലവേദനിക്കുന്ന അച്ഛാ. എന്റെ ചക്കരിക്ക് തലവേദനയാണോ? അതൊക്കെ മാറിക്കോളും മോളെ. നാളെയും കൂടി സ്കൂളിൽ പോകണ്ട. എന്താ ഇതൊക്കെ? ബെഡിൽ ഇത്രയും തുണി കിടക്കുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഇതൊന്നും മടക്കി വെക്കരുതോ? നിങ്ങൾ ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യില്ലല്ലോ. ഞാൻ വന്ന് മടക്കി വെക്കുന്നിടം വരെ ഈ ബെഡിൽ കിടക്കുന്ന തുണിയെല്ലാം ഇവിടെ തന്നെ കിടക്കും കേട്ടോ. ദേഹം അനങ്ങാതെ ഇങ്ങനെ ഒരിടത്ത് തന്നെ നിങ്ങൾ അങ്ങ് ഇരുന്നു. ഇങ്ങനെയും ചിലര് ദേഷ്യപ്പെടാതെ. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണോ? എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശരി, ഇനി മുതൽ ഞാൻ ചെയ്തോളാം. പറയുമ്പോഴല്ലേ നിങ്ങളും ചെയ്യും. ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? പറഞ്ഞാ മാത്രമേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവത്തുള്ളൂ. മോക്ക് വയ്യാതിരിക്കുന്ന കാര്യം എനിക്കെന്താ അറിയില്ലേ? ഞാൻ അവളുടെ അമ്മയാ, മനസ്സിലായോ? നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവളോട് സംസാരിച്ചതിന് ശേഷം എടുത്തു വെക്കാന്ന് ഞാൻ വിചാരിച്ചേ. നീ എന്താ ഇങ്ങനെ? മോട് മര്യാദയ്ക്കൊന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ അത് പറ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി? ഇത്രയും വലിയൊരു പെങ്കൊച്ചുണ്ട്. എന്റെ ആഭരണങ്ങളെല്ലാം വിറ്റു. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ഈ പറയുന്നൊന്നും ഒട്ടും ശരിയല്ല. നീ ഒന്ന് ശാന്തമായി സംസാരിക്കും. മോൾ ഉറങ്ങുമല്ലേ? കേക്കട്ടെ, മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയാലേ അവളും ഈ തെറ്റ് ചെയ്യാതിരിക്കൂ. എനിക്ക് പറ്റുന്നില്ല. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. പറയുന്നൊന്ന് കേക്ക്. എന്താ പറയാൻ പോകുന്നത്? എന്താ ഞാൻ കേക്കണ്ടേ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാ. ആദ്യം നീ ഒന്ന് ശാന്തമായിരിക്കേ, ഒന്ന് കൂളാവ്. നിന്നെ നന്നായി നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നേ. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, ജീവിതത്തെ പറ്റിയാ. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേക്ക്. എനിക്ക് ഈ ജീവിതം മടുത്തു. ഇനി ഇവിടെ ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുവോ? മനസ്സിലായി നിങ്ങൾക്ക്? ശ്വാസം കിട്ടാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഈ വീടുണ്ടല്ലോ, ഇവിടെ ശ്വാസം വിടാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് പറ്റുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ ശ്രമിച്ചോണ്ടിരിക്കല്ലേ. എന്ത് ശ്രമിച്ചെന്ന്? രാപ്പകലില്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടുന്നേ. എല്ലാം ഒന്ന് നേരെയാക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എനിക്കിവിടെ ജീവിക്കാൻ തീരെ ഇഷ്ടമില്ല. നീ എനിക്ക് കുറച്ചുകൂടി ഒന്ന് സമയം താ പ്ലീസ്. എന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? അറിയാവോ എനിക്ക് എന്താ വേണ്ടെന്നറിയാവോ? നിങ്ങളെ കൊണ്ട് അത് ചെയ്തു തരാൻ സാധിക്കുമോ? പറ. എനിക്കെന്താ ഇഷ്ടം, എന്താ വേണ്ടത്, എന്റെ ആഗ്രഹം എന്താണ്, അതൊക്കെ സാധിച്ചു തരുമോ? എന്റെ ജീവിതാഗ്രഹം എന്താണെന്നറിയോ? എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് സാധിച്ചു തരാൻ പറ്റുമോ? ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് എന്ത് സന്തോഷം കിട്ടിയത്? എനിക്ക് ഈ ജീവിതം വേണ്ട. എനിക്ക് ഈ ജീവിതം ഇഷ്ടപ്പെടുന്നില്ല. മോളൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ. നിക്ക് ഞാൻ പറയാം. കുഞ്ഞിന് വയ്യ അല്ലേ? ഇപ്പോഴാണോ നിങ്ങളത് അറിഞ്ഞത്? രാവിലെ തൊട്ട് ആ കുഞ്ഞിന് മരുന്ന് കൊടുത്ത ആരാന്നറിയോ? മരുന്ന് കൊടുത്തത് ഞാനാ. അവളുടെ അസുഖം മാറിയാലും ഞാനാ കാരണക്കാരി. ഇപ്പൊ വന്ന് വയ്യാന്ന് പറയുന്നു. അതിന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നീ തന്നെയാണ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഇത് തീരെ പറ്റുന്നില്ല. ഇത് കൂടുതൽ വയ്യ. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ? ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്ലീസ് എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. നിങ്ങൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. എന്നെ വിട്ടേക്ക്. നോക്ക്, തീർച്ചയായിട്ടും ഒരു ദിവസം വരും. അപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ ഞാൻ എന്റെ മോളെ ഇവിടുന്ന് കൂടെ കൊണ്ടുപോകും. ഉറപ്പാ. നിങ്ങൾ കണ്ടോളൂ. ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് എങ്ങനെ ഒരു കല്ലായിട്ടിരിക്കാൻ സാധിക്കുന്നു? എന്തുകൊണ്ട് ഒരു വിഡ്ഢിവേഷം നിങ്ങൾ കെട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെയുള്ളത്? പറ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കാതെ? എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും. നീ ഇങ്ങനെ വിഷമിക്കരുത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ.
ഇത്രയും കാലം നിങ്ങളല്ലേ നോക്കിയത്? എന്താണിത്? എന്താണിതെന്ന് പറയാൻ പറ്റുമോ? ഈ ബിസ്ക്കറ്റ് നമ്മുടെ മോക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാവോ? ഓരോ ദിവസവും എന്റെ മോക്ക് ഈ ബിസ്ക്കറ്റ് ഞാൻ എങ്ങനെയാ കൊടുക്കുന്നത്? പറയാൻ 3 വർഷമായി ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇനി കുറച്ചുകൂടി, ഒരു 3 ദിവസം കൂടി. 3 വർഷമായിട്ട് ഒരേ കാര്യമല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങളൊരു വിഡ്ഢിയാണ്. വിഡ്ഢികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. നിങ്ങളൊരു വിഡ്ഢിയാണ്. ഞാൻ കണ്ടതിന് വെച്ച ഏറ്റവും വലിയ വിഡ്ഢി. എന്തു പറ്റി? നീ ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു. എന്തിനാ കരയുന്നേ? നിനക്കെന്താ പറ്റിയത്? പറയൂ. ഓഹോ, എന്റെ പൊന്നിന് എന്തു പറ്റി? എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നേ? എന്തായാലും പറ, എന്റെ അടുത്ത് പറ. എനിക്കിവിടെ ജീവിക്കാൻ തീരെ ഇഷ്ടമല്ല. എന്തു പറ്റിയെന്ന് പറ, ഒന്ന് വ്യക്തമായിട്ട് പറ. എനിക്ക് തീരെ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ശവമായിട്ടിരിക്കാൻ കഴിയും? കുറെ കാലമായിട്ട് ഞാൻ ക്ഷമിക്കുക. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെറിയ കാര്യം ചോദിച്ചാലും വാങ്ങിത്തരില്ല. എന്തിനാണെന്ന് ചോദിക്കും. എന്റെ അടുത്ത് അതില്ല ഇതില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ചെയ്യാമെന്ന് പറയും. ഇനി എനിക്ക് ആ വാക്കുകൾ കേൾക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് വെറുത്തു. വിഷമിക്കണ്ട, ഞാൻ എത്തിയല്ലോ. നോക്ക്, നിന്റെ ആഗ്രഹങ്ങൾ, സന്തോഷവും നിന്റെ എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നോക്കിക്കോളാം. എനിക്കതെല്ലാം ചെയ്യാൻ സാധിക്കും. നീ എന്നെ വിശ്വസിക്കുക. വേദന നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്നും നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഞാൻ നിനക്ക് സത്യം ചെയ്യുകയാണ്. പറയാൻ എല്ലാവർക്കും എളുപ്പ, പ്രാവർത്തിയാക്കാനാ പാട്. പ്രാവർത്തിയാക്കി കാണിക്കാം. എന്റെ കണ്ണിലേക്ക് നോക്ക്, നന്നായിട്ട് നോക്ക്. നിനക്കെന്ത് മനസ്സിലായി? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വേണ്ടി നീ ഈ വീട്ടിൽ നിന്നും പുറപ്പെട്ടു വരണം. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റി തരാം. പറയൂ, നിന്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയണം. അപ്പൊ എന്റെ മോള്, അവളുടെ സ്ഥിതി എന്താവും? അവളെ എന്ത് ചെയ്യും? അവളും നമ്മുടെ കൂടെ തന്നെ കാണും. നമ്മൾ പോകുമ്പോ അവളെ കൂട്ടിക്കൊണ്ട് പോവാം. നീ പറയുന്നത് സത്യമാണോ? സത്യമാണ്. ഞാൻ വിശ്വസിക്കട്ടെ? ആ, സത്യമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ പേടിക്കണ്ട. പേടിയാവുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവനും നീ സന്തോഷത്തോടു കൂടി എന്നോട് ജീവിക്കും. അത് ഞാൻ ഉറപ്പ് തരുന്നു. ആ മുത്തേ, വൈകുന്നേരമായി. അല്ല, നിന്റെ അമ്മ എവിടെ പോയി മോളെ? അറിയില്ലെന്നോ? രാജങ്ങൾ ഇവിടെ വന്നിരുന്നു. അമ്മ അങ്കിളിനോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അമ്മയ്ക്ക് നല്ല ജീവിതം വേണമെന്ന് പറയുന്ന കേട്ടു. അമ്മ അങ്കിളിന്റെ കൂടെ പോവാണെന്നും പോയിട്ട് വരാൻ താമസിക്കുമെന്നും എന്നോട് പറഞ്ഞു. അവള് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അച്ഛൻ, എനിക്ക് നന്നായി വിശക്കുന്നു. എന്താ പറഞ്ഞേ? എന്റെ മോക്ക് വിശക്കുന്നുണ്ടെന്നോ? അച്ഛൻ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കി തരട്ടെ? ന്യൂഡിൽസോ? ഇന്ന് മോള് കുറച്ച് കഞ്ഞി കുടിക്കേ. നാളെ അച്ഛൻ എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കെ ആണോ? ഉമ്മ, എന്റെ ചക്കരക്കുട്ടി. ജയ,
നിന്റെ അടുത്തൊരു കാര്യം പറയണം. കുറെ നാളായിട്ട് നിന്നോട് പറയണമെന്ന് കരുതിയതാ. എന്താ? പറ രാജ്. അത് നിനക്കെന്നോടുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടില്ലല്ലോ അല്ലേ? വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ ഞാനില്ല. നീയാണ് എൻ്റെ ഒരേ വിശ്വാസം. നിന്നെ വിശ്വസിച്ചാ ഞാൻ വന്നത്. ആ വിശ്വാസം നീ തകർക്കല്ലേ. എനിക്കറിയാം നീ അങ്ങനെ ചിന്തിക്കൂ. നീ എൻ്റെ കൂടെ വാ. എന്നെ നിങ്ങൾ കൈവിടില്ലല്ലോ. നീ അല്ലേ? പേടിക്കേണ്ട ആവശ്യമില്ല. നീ ഒരിക്കലും പേടിക്കണ്ട. അപ്പോ സത്യം ചെയ്, എന്റെ മോളെ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല, ഒരിക്കലും ഇല്ല. അവള് നിന്റെ മകളാണെങ്കിൽ അപ്പോ എന്റെയും മകള് തന്നെയല്ലേ? പ്രോമിസ്. ഇന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഉണ്ട് എനിക്ക്. അതെന്താ? കാരണം നിന്റെ രൂപത്തിൽ ഒരു സുന്ദരിയായ പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക. പക്ഷേ ഞാൻ വിവാഹിതയല്ലേ? അതുകൊണ്ടെന്താ? എപ്പോഴും എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. അസുഖം മാറട്ടെ, എന്നിട്ട് പോവാം. എന്റെ ചക്കരക്കുട്ടി ഉമ്മ. പഠിത്തം കുറച്ച് മോശമാവുന്നുണ്ട്. പറക്കും ഞാൻ. എന്നോട് കളിക്കല്ലേ, വേദനിപ്പിക്കല്ലേ. ആ അത്രക്കായ എന്ന് ഞാൻ കാണിച്ചുതരാം. അത്തള പിത്തള തവളാച്ചി ചുക്ക് പരിക്കണ ചുള്ളപ്പ മറിയം വന്ന് ഇവിടെ കൂതി പൂ. ജേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? സമൂഹത്തിനെ ഇങ്ങനെ പേടിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ഐ റിയലി ഡോണ്ട് കെയർ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നീ വേണം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും. അപ്പൊ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആരെയാണ് നീ പേടിക്കുന്നത്? ദാ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നോക്കാൻ. നിന്റെ പേടിയെല്ലാം മാറും. ജീവിതയാത്രയിൽ നീയും എന്നോടൊപ്പം വേണം. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനെ പറ്റിയാ നിന്റെ പേടി? അങ്ങനെ പേടിക്കാനൊന്നുമില്ലല്ലോ. അല്ല, അത് നീ എന്നെ ഒന്ന് നോക്കിയേ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആരെങ്കിലും എന്തേലും പറയൂ. ഓ, ബന്ധുക്കളും കുടുംബത്തിലുള്ളവരും. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, മനസ്സിലായോ? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നീയും എന്നെ ഇഷ്ടപ്പെടുന്നു. അതിലൊരു തെറ്റുമില്ല. ദാ ഇങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്, പേടിക്കാതെ. ഞാനില്ലേ നിന്റെ കൂടെ? ജീവിതകാലം മുഴുവനും കാണും. ജീവിതകാലം മുഴുവനും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത്. എന്താ തോന്നുന്നത്? അത് എന്താണെങ്കിലും പറ. ഇതുപോലെ റോഡില്. റോഡാണെങ്കി എന്താ? എന്താ എന്താ പറ. നമ്മളിങ്ങനെ റോഡിൽ നിന്ന് സംസാരിക്കുന്നത് അതൊട്ടും ഓ, ശരിയല്ല. ഇതിൽ തെറ്റൊന്നുമില്ല, എല്ലാം ശരിയാ. ഒരു പ്രശ്നവുമില്ല. ആവശ്യമില്ല, നീ സങ്കടപ്പെടല്ലേ. എവറിഥിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. ആവശ്യമില്ല, അത് പേടിക്കാതെ. ഞാനില്ല നിന്റെ കൂടെ. ദാ, എന്താ എന്താ ഇത്? ഇന്നാ വാങ്ങിച്ചോ? ഇത് പെട്ടെന്ന് എന്താ ഇത്? ഇതല്ലേ ഇപ്പം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത്. എന്താന്ന് വെച്ചാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിനക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ. ഇപ്പം നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം ഇതാണ്. മനസ്സിലായില്ല. ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഞാൻ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒരുപാട് പേര് നിന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റായിട്ടൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാനിട വന്നു. അതുകൊണ്ട് തന്നെയാ ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി തന്നത്. ഇതൊരു ഗിഫ്റ്റാണ്, വേറൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എനിക്ക് തരാൻ കഴിഞ്ഞല്ലോ. ഈ ഒരു അവസരത്തിൽ നിനക്ക് തീർച്ചയായും ഇത് ഉപയോഗപ്പെടും. നിനക്ക് നിന്റെ രാജുവിന്റെ കൂടെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാമല്ലോ. നമുക്കൊരു മോളുണ്ട്, അത് മറക്കണ്ട കേട്ടോ. നിന്റെ മോള് വളർന്നു വരിക, അവളെ നോക്കണ്ടേ. നീ ഇങ്ങനെ നടന്ന അവളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നും. അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
മോള് വെറുതെ സങ്കടപ്പെടാതെ. അച്ഛനല്ലേ പറയുന്നേ, അമ്മ വരും മോളെ. ചിലപ്പോ അമ്മ ഇപ്പൊ വന്നോണ്ടിരിക്കായിരിക്കും. അച്ഛനുണ്ടല്ലോ, അച്ഛൻ കൂടെ ഉണ്ടല്ലോ മോളെ. ഇതാ വെള്ളം കുടിക്കേ. അമ്മ ഉടനെ തന്നെ തിരിച്ചു വരും കേട്ടോ. പിന്നെ മോക്ക് അമ്മയുടെ കൂടെ നല്ല ജോളിയായിരിക്കാം. കുടിക്കും മോളെ, കുടിക്ക്, മിടിക്ക്. ഉറങ്ങാൻ സമയായി. എന്നാ നമുക്ക് പോയി കിടന്നാലോ? ഇന്ന് മോൾ അച്ഛന്റെ കൂടെ കിടന്നോ? ഓക്കെ, അമ്മ വരുമ്പോ അമ്മയുടെ കൂടെ കിടന്നോ. വാ പോവാം. എണീക്ക് മോളെ. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും എന്നെ വിട്ടിട്ട് പോവില്ലല്ലോ അല്ലേ? എന്താ മോളെ? മോളെന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കഴിഞ്ഞ വട്ടം രാജങ്കളിനോട് അമ്മ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആണോ? അമ്മ പറഞ്ഞത് നമ്മളെ വിട്ടിട്ട് അങ്കിളിന്റെ കൂടെ പോവെന്ന്. അമ്മ വിട്ടിട്ട് പോവോ? അമ്മയ്ക്ക് അങ്ങനെ നമ്മളെ വിട്ടിട്ട് പോകാൻ കഴിയോ? അച്ഛനും ഞങ്ങളെ വിട്ടിട്ട് പോവില്ലല്ലോ അല്ലേ? ആഹാ, ഇല്ല മോളെ. മോളിങ്ങനെയൊന്നും സംസാരിക്കില്ല കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പോകും മോളെ. അവധി ദിവസങ്ങളിലൊക്കെ പുറത്തുപോയി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം. മോൾ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നന്നായി പഠിക്കണം. അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനം. മനസ്സിലായ മോളെ? ഉമ്മ ഉമ്മ. മോള് നല്ല മിടുക്കിയായി വാ. ആരും മോളെ വിട്ട് പോവില്ല. പേടിക്കണ്ട കേട്ടോ. വിഷമിക്കേണ്ട. അച്ഛനുണ്ടല്ലോ മോക്ക്, അമ്മയും ഉണ്ട്. എനിക്ക് വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ദേവി ഇത് എന്തെങ്കിലും ഒന്ന് പറ. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഞാനിപ്പോ നിന്റെ കൂടെ ജീവിക്കുന്നേ. നമ്മുടെ ഈ ബന്ധം എല്ലാവരും അറിഞ്ഞു. എന്റെ മോളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവള് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അതുമാത്രമല്ല, കല്യാണത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല. നിന്റെ വാക്ക് കേട്ടിട്ട് അവരെല്ലാം വിട്ടിട്ട് ഞാനിപ്പോ നിന്റെ കൂടെ ജീവിക്കുന്നേ. നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. നീ ഒരു നല്ലവനാണെന്ന് കരുതി. പക്ഷെ നീ എന്നെ പറ്റിക്കുക. വ്യക്തമായിട്ട് പറ, എന്താ വേണ്ടേ? നിനക്ക് എന്ത് വേണം? എന്റെ ശരീരമല്ലേ നിനക്ക് വേണ്ടത്? അതിനു വേണ്ടിയല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇപ്പൊ നിനക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? പറ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെയല്ല. ആദ്യം ഞാൻ തെറ്റായിട്ട് എടുത്തത്. എന്റെ ഭർത്താവ് ശരിയല്ലെന്ന് ഞാൻ കരുതി. ഇപ്പൊ മനസ്സിലായി. താങ്ക് യു. എന്റെ ഭർത്താവിനെ പറ്റി മനസ്സിലാക്കി തന്നതിന് നന്ദി. ആ നല്ല മനുഷ്യനെ വിട്ടിട്ട് നിന്റെ കൂടെ വന്നില്ലേ, അതിനെന്നെ ചെരുപ്പ് കൊണ്ടടിക്കണം. നിന്നെപ്പറ്റി സ്വപ്നം കണ്ടു കുറേയധികം. അത് ചെയ്യാ ഇത് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചു. എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ വന്നു. പക്ഷെ നീ ഒന്നും തന്നെ ചെയ്തില്ല. നന്നായിട്ട് നോക്കാന്ന് പറഞ്ഞു, സന്തോഷത്തോടെ വെക്കാന്ന് പറഞ്ഞു. കള്ളം. നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഞാനേ എന്റെ സന്തോഷം മാത്രം അന്വേഷിച്ചു. അവസാനം അതിങ്ങനെയായി തീർന്നു. സത്യമാ പറഞ്ഞത്. അതെ, യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നതിന് നന്ദി. ഇപ്പൊ ഞാൻ തിരിച്ചെന്റെ കുടുംബത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്റെ മോള് വേണം. എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ടാലും എന്റെ ഭർത്താവിനോട് സന്തോഷത്തോടെ ജീവിച്ച, ഒരല്ലലും ഇല്ലാതെ. ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചു. വലിയ ചതിയാണ് ചെയ്തത്. നോക്ക്, ഇതിനു ശേഷം നീ എന്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കാമെന്ന് കരുതരുത്. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിനക്ക് വേണ്ടി എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് വന്നവളാ ഞാൻ. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. വീടടാ. നീ തെറ്റാ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. പിന്നൊരു കാര്യം, ഇനി മേലെ നിന്നെ കാണരുത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ പറയുന്നൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. എന്നെ വീട്, ഞാൻ പോവാ. പോകരുത്.